എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 2022 സ്റ്റേജ് 2 ഡിഗ്രി പ്രിലിംസിൻ്റെ ഇംഗ്ലീഷ് മലയാളം ക്വസ്റ്റ്യനാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട് എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഇത് കൂടാതെ ഹോട്ട് ടോപ്പിക്സ് ഏതാണ് തുടങ്ങേണ്ടത്, ഏത് സബ്ജക്റ്റാണ് കുറച്ചും കൂടി, ഇപ്പോൾ ഇക്കണോമിക്സ് ആണോ, ഏതാണ് ഹോട്ട് ടോപ്പിക്സ് തുടങ്ങേണ്ടത്, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 13 ക്വസ്റ്റ്യൻ അല്ലേ, 13 എണ്ണമാണ് നമുക്ക് പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ ഈ ഇംഗ്ലീഷും മലയാളവും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഹോട്ട് ടോപ്പിക്സും പിന്നെ കറണ്ട് അഫയേഴ്സ് ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് നമ്മൾ ഈ ഹോട്ട് ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ നോബൽ പ്രൈസ് അങ്ങനെ ചോദിക്കാറുള്ള, ഇപ്പോൾ കഴിഞ്ഞ പ്രിസൺ ഓഫീസർ അങ്ങനെയുള്ള എക്സാമിനൊക്കെ നടന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും റിപ്പീറ്റഡ് ആയിട്ടുള്ള 1-2 നമുക്ക് കിട്ടും അതിൽ നിന്ന്. ഇപ്പോൾ 10 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് 1 കിട്ടിക്കഴിഞ്ഞാൽ അതല്ലേ. അപ്പോൾ ആ രീതിയിലാണ് കറണ്ട് അഫയേഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഹോട്ട് ടോപ്പിക്സ് അല്ലാതെ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവരും അവരുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഏതാണ് താല്പര്യം, തുടങ്ങേണ്ട താല്പര്യം എന്ന രീതിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പിന്നെ മാത്സിനെ എടുക്കാത്തത് ഓൾറെഡി കുറേ ചാനലുകളുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി കാണിച്ച് പറഞ്ഞു തരാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയല്ലേ, അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ തന്നെ നമ്മൾ എഴുതേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് മാത്സിലേക്ക് ഇപ്പോൾ പോവാത്തത് കേട്ടോ. ഓക്കെ, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം ഓണാക്കി വയ്ക്കുക കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. യൂസ് ദ റൈറ്റ് ജെറൻഡ്. ജെറൻഡാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ. നോക്കി, ഹിസ് ഡാഷ് ഏർലി ഇൻ ദ മോർണിംഗ് ഹെൽപ്ഡ് ഹിം സ്കോർ വെൽ. അർത്ഥം എന്താണെന്ന് മനസ്സിലായല്ലോ. നേരത്തെ എണീക്കുന്നത് അദ്ദേഹത്തിന് നന്നായി സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേതാണ് ജെറൻഡ്? ജെറൻഡ് എന്ന് പറയുമ്പോൾ ING, റൈസിങ്. ജെറൻഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വെർബിൻ്റെ ING ഫോമാണ് അല്ലേ, അതാണ് ജെറൻഡ്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും വരുന്നത്? റൈസിങ് ആണ്. ഇനി ടു റൈസ് എന്ന് പറയുന്ന ഒരു ഇൻഫിനിറ്റീവാണ്. ഓക്കെ, ഇൻഫിനിറ്റീവ്. ഇപ്പം പൊസസീവ് പ്രോനൗൺ ലൈക്ക് ഹിസ്, ഹിം, അതൊന്നും എന്ത് ചെയ്യില്ല, അവർ ഫോളോ ചെയ്യേണ്ടാവില്ല. പിന്നെ റൈസ് എന്ന് പറയുന്നതൊരു ബേസ് വെർബ് ഫോമാണ് അല്ലേ, ബേസ് വെർബ് ഫോമാണ്. ഇതിൽ ആൻസർ വരുന്ന റൈസിങ് ആണ്. അടുത്തത്, സെലക്ട് ദ ഫ്രേസ് ഫ്രം ദ സെൻറ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് ആൻ ഇൻഫിനിറ്റീവ്. ഷീ വെൻറ്റ് ടു ദ സ്റ്റോർ ടു ഗെറ്റ് സം ബ്രെഡ്. ഇൻഫിനിറ്റീവ് ഏതാണ്? ടു ഗെറ്റ് ആണ്. ടു ഗെറ്റ്. ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? വെർബിൻ്റെ ഒരു ബേസ് ഫോമാണ്. അതിലെന്തുണ്ടാവും? ടു പ്ലസ് വെർബ്. ഓക്കെ, പ്രൊസീഡഡ് ബൈ ടു പ്ലസ് വെർബ്. അപ്പോൾ ടു ഗെറ്റ് അല്ലേ, ടു ഗെറ്റ്. പിന്നെ ഇവിടെ ഒരു എണ്ണം നോക്കി, ടു ദ സ്റ്റോർ. ടു ദ സ്റ്റോർ എന്ന് പറയുന്ന പ്രിപ്പോസിഷണൽ ഫ്രേസ് ആണ് കേട്ടോ. ഇവിടെ ടു എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രിപ്പോസിഷനായിട്ടാണ് കാണിക്കുന്നത്, അത് വെർബല്ല, മാറിപ്പോകരുത്. ഓക്കെ, അടുത്തത്, ചൂസ് ദ കറക്റ്റ് ഫോം ഓഫ് ദ ഓക്സിലറി വെർബ് ദാറ്റ് എഗ്രീസ് വിത്ത് ദ സബ്ജക്റ്റ്. സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ദ ഇൻഫോർമേഷൻ പ്രൊവൈഡഡ് ടു യു ഡാഷ് റോങ്. ദ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന വേർഡാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇൻഫോർമേഷൻ എന്ന് പറയുന്ന വേർഡ് എന്താണ്? അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ നമ്മളത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? സിംഗുലറായിട്ട് ട്രീറ്റ് ചെയ്യണം. എന്നിട്ട് സിംഗുലർ വെർബാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഏത് വരും? വാസാണ് വരുന്നത് അല്ലേ. അൺകൗണ്ടബിൾ നൗൺ നമ്മൾ സിംഗുലറായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് സിംഗുലർ വെർബ് കൊടുക്കുന്നു. പിന്നെ വെയർ ആറ്, അതെന്താണ്? പ്ലൂരൽ അല്ലേ, അത് വരൂ? ഇല്ല. ഹാവ് ബീനും പ്ലൂരലാണ്. ഇനി 74ാമത്തെ, റൈറ്റ് പ്രിപ്പോസിഷൻ കണ്ടുപിടിക്കുക. ഐ ആം ഗുഡ് ഡാഷ് ലോൺ ടെന്നീസ്. ഐ ആം ഗുഡ് അറ്റ് ലോൺ ടെന്നീസ് അല്ലേ. അറ്റ് അല്ലേ ഇവിടെ യൂസ് ചെയ്യുന്നത്? ഗുഡ് എന്ന അഡ്ജക്റ്റീവ് ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ, അല്ലെങ്കിൽ ഗുഡ്, ബാഡ്, അതിനൊക്കെ ശേഷം എന്ത് നമുക്ക് പറയാം? അറ്റ് പറയാം. പ്രൊപ്പോസിഷൻ അറ്റ് പറയാം. എന്തെങ്കിലും സ്കില്ല്, എബിലിറ്റീസ്, ഇപ്പോൾ ഗുഡ് അറ്റ് ഇംഗ്ലീഷ്, ബാഡ് അറ്റ് ഡ്രോയിങ്, ഇങ്ങനെയൊക്കെ പറയില്ലേ. എന്തെങ്കിലും സ്കില്ല്, എബിലിറ്റീസൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഗുഡ് അല്ലെങ്കിൽ ബാഡൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് യൂസ് ചെയ്യാം? അഡ്ജക്റ്റീവ് കഴിഞ്ഞിട്ട് അറ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഗുഡ് അറ്റ് എന്നാട്ടോ പറയുള്ളൂ. യു ആർ ഗുഡ് അറ്റ്. ഓക്കെ, അടുത്തത്, choose an option that expresses the sentence in transformed voice, active or passive. He is writing the book. Active, passive voice. Okay, he is writing the book. ഇതിൽ ശരിക്കുള്ളത് എന്താണിത്? ഹീ ഈസ് റൈറ്റിംഗ് ദ ബുക്ക് എന്ന് പറയുമ്പോൾ ഈസ് റൈറ്റിംഗ് വരുന്നത് കൊണ്ട് നമുക്കതെന്ത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാക്കാം അല്ലേ.
അപ്പോൾ അതിൻ്റെ പാസീവ് സ്ട്രക്ചർ വരുന്നത് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ ബി ആണ്. ദ ബുക്ക് ഈസ് ബീയിങ് റിട്ടൺ. ഈസ് ബീയിങ് റിട്ടൺ അല്ലേ? ഈസ് ബീയിങ് റിട്ടൺ ആണ് വരുന്നത്. അപ്പോൾ നോക്കി, ഹീ ഈസ് റൈറ്റിംഗ് ദ ബുക്ക് എന്ന് പറയുന്നത് അതായത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഈസ് റൈറ്റിംഗ് ആയതുകൊണ്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. അതിൻ്റെ പാസീവ് സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് ബീയിങ് പ്ലസ് V3 ആണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈസ് ബീയിങ് റിട്ടൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വന്നത്. ഓക്കെ, ഹാസ് ബീൻ റിട്ടൺ വരുമോ? അത് പ്രസൻറ്റ് പെർഫെക്റ്റിലേക്ക് പോകും അല്ലേ? ഹാസ് ബീൻ റിട്ടൺ എന്ന് പറയുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ്. ഈസ് റിട്ടൺ വരില്ല, സിമ്പിൾ പ്രസൻറ്റ് പാസീവാണ്. പാസ്റ്റ് റിട്ടണും സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, അടുത്തത് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് യൂസിങ് ദ റൈറ്റ് ഫ്രേസൽ വെർബ്. ദ മീറ്റിംഗ് ഹാസ് ബീൻ പുട്ട് ഡാഷ് ടിൽ മോർണിംഗ്. പോസ്റ്റ് പോൺ എന്നാണ് അർത്ഥം. പോസ്റ്റ് പോൺ ഏതാണ്? പുട്ട് ഓഫ് ആണ് അല്ലേ? എപ്പോഴും ചോദിക്കാറുള്ളതാണ്. പുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. പുട്ട് ഓഫ് എന്ന് വെച്ചാൽ എന്താണ്? ടു പോസ്റ്റ് പോൺ അല്ലെങ്കിൽ ഡിലേ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പുട്ട് ഔട്ട് എന്ന് വെച്ചാൽ എന്താണ്? ടു എക്സ്റ്റിങ്ക്യൂഷ് അല്ലേ? ഫയർ. ടു എക്സ്റ്റിങ്ക്യൂഷ് ആണ് പുട്ട് ഔട്ട്. പുട്ടപ്പ് വിത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച് എന്താണ്? ടോളറേറ്റ് ചെയ്യുക. പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ ടു ബിൽഡ്. ദെൻ പുട്ട് ഓൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്ത്, ടു വെയർ ക്ലോത്ത് അല്ലേ? അതൊക്കെയാണ് പുട്ട് ഓണിൽ വരുന്നത്. Replace the underlined text with correct idioms or phrases given in the options. The police officer left no stone unturned in his search for a serial killer. Left no stone unturned എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? To leave left no stone unturned എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അർത്ഥം എന്തായിരിക്കും? ഈ സെൻറ്റൻസിൽ നിന്ന് നമുക്ക് അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ? അതായത് അദ്ദേഹത്തിന് പോസിബിൾ ആയിട്ടുള്ള എല്ലാ കാര്യവും ചെയ്തു നോക്കി. അപ്പോൾ നോക്കി, ട്രൈ എവരി പോസിബിൾ വേ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇവിടെ കണ്ടക്ട് സിൻസിയർലി അതായിട്ട് മാറിപ്പോകരുത് കേട്ടോ. ദ പോലീസ് ഓഫീസർ ലെഫ്റ്റ് നോ സ്റ്റോൺ അൺടേൺഡ് ഇൻ ഹിസ് സെർച്ച് ഫോർ ദ സീരിയൽ കില്ലർ. അതായത് എല്ലാ പോസിബിൾ വേയും ട്രൈ ചെയ്തു എന്നാണ്. കണ്ടക്ട് സിൻസിയർലി അത് വായിക്കുമ്പോൾ അതായിട്ട് മാറിപ്പോകരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ് ഡിഗ്രി ഓഫ് കമ്പാരിസൺ ഫോർ ദ ഗിവൺ സെൻറ്റൻസ്. ഡൽഹി ഈസ് ബാഡ് ദാൻ മുംബൈ ഇൻ ടേംസ് ഓഫ് പൊല്യൂഷൻ. ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആണ്. കറക്റ്റായിട്ട് എങ്ങനെ വരും? ഡൽഹി ഈസ് വേഴ്സ് ദാൻ മുംബൈ ഇൻ ടേംസ് ഓഫ് പൊല്യൂഷൻ എന്നാണ് വരുന്നത് അല്ലേ? വേഴ്സ്റ്റ്, ബാഡ്, മോർ ബാഡ്, വേഴ്സ്, ഈ 4 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. വേഴ്സ്റ്റ് നമ്മളെപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? വേഴ്സ്റ്റ് 3 അതിൽ കൂടുതലൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. മോർ ബാഡ് എന്ന് പറയാറില്ല സാധാരണ അല്ലേ? മോർ ബാഡ് എന്ന് നമ്മൾ പറയാറില്ല. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ് അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ബാഡ് പോസിറ്റീവ്, വേഴ്സ് കമ്പാരിറ്റീവ്, വേഴ്സ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവുമാണ്. 79ാമത്തേത്. ചൂസ് ദ ബെസ്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദി അണ്ടർലൈൻഡ് ഫ്രേസ് ഇൻ ദ സെൻറ്റൻസ്. വൺ വേർഡ് നോക്കാം. വി ഹാവ് ബോട്ട് എ ന്യൂ സീയിങ് മെഷീൻ ദാറ്റ് ക്യാൻ ഈസിലി ബി ക്യാരിഡ് ഇൻ വെയർ. എന്താ ഇതിന് പറയുന്നത്? പോർട്ടബിൾ അല്ലേ? നമുക്കറിയാലോ പോർട്ടബിൾ. സ്പെല്ലിങ് മാറിപ്പോകരുത് കേട്ടോ. പോർട്ടബിൾ എന്ന് വെച്ചാൽ എന്താണ്? പോർട്ടബിൾ വാട്ടർ. നമുക്ക് ഡ്രിങ്ക് ചെയ്യാൻ പറ്റുന്നത് എന്നതാണ് കേട്ടോ പോർട്ടബിൾ. ഇത് പോർട്ടബിൾ ആണ്, ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ from the given option, choose the option that is the most opposite in the meaning to the underlined word. The world must realize the futility of war. ഫ്യൂട്ടിലിറ്റി ആൻറ്റോണിംസ് ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫ്യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? യൂസ്ലെസ്നെസ് ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? യൂസ്ഫുൾനെസ് ആയിരിക്കും അല്ലേ? ഫ്യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ യൂസ്ലെസ്നെസ് ആണ്, പോയിൻറ്റ്ലെസ്നെസ് ആണ്. അപ്പോൾ നമ്മളോട് ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി യൂസ്ഫുൾനെസ് ആണ് വരുന്നത്. ഇതിൽ വാല്യൂ, ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് യൂസ്ഫുൾനെസ്സിൻ്റെ ഇതായിട്ട് വരുന്നതാണ്. From the given option, choose the option that is nearest in the meaning of the underlined word. Meaning ആണ് കേട്ടോ. The woman's husband tend to vituperate her when he drinks. സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? നിയറസ്റ്റ് മീനിങ് ആണ് വിറ്റുപ്രേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വയലൻ്റ് ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്ത് ബ്ലെയിം ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്നു അല്ലേ? അതിന് നമുക്ക് എന്ത് പറയാം? അബ്യൂസ് എന്ന് പറയാം അല്ലേ? അബ്യൂസ്. ഓക്കെ, അബ്യൂസ്. Then fill in the blanks with appropriate words given in the option so that the sentence appears to be in the correct
ഫോം ഓഫ് ടെൻസ്, കറക്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. ദ ഫ്ലൈറ്റ് ഡാഷ് ബിഫോർ വി റീച്ച് ദ എയർപോർട്ട്. ഏതാണ് വരുന്നത്? ദ ഫ്ലൈറ്റ് ഡാഷ് ബിഫോർ വി റീച്ച് ദ എയർപോർട്ട്. വിൽ ഹാവ് ടേക്കൺ ഓഫ് ആണ് വരുന്നത്. വിൽ ഹാവ് ടേക്കൺ ഓഫ്. എന്തുകൊണ്ടാണ്? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ഫ്യൂച്ചറിൽ, അതായത് എയർപോർട്ടിൽ റീച്ച് ചെയ്യുന്നതിന് മുന്നേ ദ ഫ്ലൈറ്റ് വിൽ ഹാവ് ടേക്കൺ ഓഫ് ബിഫോർ വി റീച്ച് ദി എയർപോർട്ട് അല്ലേ? അതിന് മുന്നേ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അപ്പോൾ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 ആണ് ഇതിൽ വരുന്നത്. വിൽ ഹാവ് ടേക്കൺ ഓഫ്. ഫ്യൂച്ചറിൽ നടക്കുന്ന ആ ഒരു ഇതിൽ കേട്ടോ, ഫ്യൂച്ചർ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് വരുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ്? ട്രസ്പാസ് ആണ് തന്നിട്ടുള്ളത്. ട്രസ്പാസ് എങ്ങനെയാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്? ഓപ്ഷൻ ബി ആണ്, TRESPASS. ഓക്കെ, ഒരു എസ് ആണ് ഉള്ളൂ എന്നുള്ളത് ഓർത്താൽ മതി. ട്രസ് പാസ്, പാസ് സാധാ പാസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ടാഗാണ് ഹീ ഈസ് നെവർ ലേറ്റ് ഫോർ ദി ക്ലാസ്സസ്. ഹീ ഈസ് നെവർ ലേറ്റ് ഫോർ ദ ക്ലാസ്സസ്. ഹീ ഈസ് നെവർ എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്? നെഗറ്റീവ് ആണല്ലേ. സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവ് ആകുമ്പോൾ ടാഗ് എന്തായിരിക്കണം എന്നാണ് പറഞ്ഞത്? പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഏത് വരും ഇതിൽ? ഹി ഈസ് നെവർ ആയതുകൊണ്ട് പോസിറ്റീവ് ടാഗ് വരുമ്പോൾ ഏത് വരും? ഈസ് ഹി വരും അല്ലേ? ഈസും ഹി വരില്ല. കാരണം എന്താണ്? സെൻറ്റൻസ് നെഗറ്റീവ് ആയതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. 85. ചൂസ് ദി അപ്രോപ്രിയേറ്റ് ഫെമിനൈൻ ഫോം ഓഫ് ഹോഴ്സ് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ്. ഹോഴ്സിൻ്റെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ പഠിച്ചതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഹോഴ്സിൻ്റെ ഏതാണ്? ഫീമെയിൽ ഹോഴ്സിന് പറയുന്നത് മെയർ എന്നാണ് പറയുന്നത്. കോൾട്ട് എന്ന് പറയുന്നത് യങ് മെയിൽ ഹോഴ്സിനെ പറയുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ ഹോഴ്സസ് ഇല്ല, അപ്പം മെയറാണ് മെയർ. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് അപ്രോപ്രിയേറ്റ് കളക്റ്റീവ് നൗൺ. ദ ഫാർമർ മൂവ്ഡ് ഹിസ് ഡാഷ് ഓഫ് കൗസ് ടു ഹയർ ഗ്രൗണ്ട് ടു അവോയ്ഡ് ദ ഫ്ലഡ്. കൗവിനെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? ഹേർഡ് എന്നാണ് വിളിക്കുന്നത് അല്ലേ? ക്യാറ്റിൽ, കൗ അല്ല, കൗവിൻ്റെ കൂടെ ബുൾസ്, അതിനെയൊക്കെ നമ്മൾ ആ ഒരു ക്യാറ്റിൽ വിഭാഗത്തിൻ്റെ കളക്റ്റീവ് നൗൺ ഏതാണ്? ഹേർഡാണ്. HERD ഹേർഡാണ്. പാക്ക് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പാക്ക് വോൾഫ്, ഡോഗ്, അപ്പോഴാണ് കേട്ടോ നമ്മൾ പാക്ക് യൂസ് ചെയ്യുന്നത്. ബാച്ചോ ബ്രെഡ്, കുക്കി, അതൊക്കെയാണ് ബാച്ചിൽ പറയുന്നത്. Then choose the most appropriate form of indirect speech from the following sentence. Most appropriate form of indirect speech ആണ്. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? He said, oh, it's a bad weather, I can't drive. അതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് വേണം പറയാനായിട്ട്. എങ്ങനെയാണ്? He said, oh, it's a bad weather, I can't drive. സെഡ് ഓ എന്ന് പറയുന്നത് അല്ലേ, ഇവിടെ എക്സ്ക്ലമേഷൻ കൊടുത്തിട്ടുണ്ട്. അതെന്താണ്? സോറോയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ? സോറോയാണ്. ഇനി ഇറ്റ് ഈസ് എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ്. അതെന്താവണം? പാസ്റ്റിലേക്ക് മാറണം. ഇറ്റ് വാസ് ആവണം. ദെൻ കാണ്ട് എന്നുള്ളത് എന്താകും? കുഡിൻ്റ് ആകും. നോക്കാം, അപ്പോൾ ഏത് വരും ആൻസർ? ഓപ്ഷൻ സി. ഹി എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ ദാറ്റ് ഇറ്റ് വാസ് എ ബാഡ് വെദർ ആൻഡ് ഹി കുഡിൻ്റ് ഡ്രൈവ്. ഓക്കെ, ഇനി ഓപ്ഷൻ എയിൽ ഹി കാണ്ട് ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത് യൂസ് ചെയ്യാൻ പറ്റാത്തത്? പാസ്റ്റിലേക്ക് ടെൻസ് മാറണം. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ അത് യൂസ് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഈ ഓപ്ഷൻ ഡിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എക്സ്ക്ലെയിംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്ക്ലെയിംസ് അത് തെറ്റാണ്. റിപ്പോർട്ടിംഗ് വെർബ് എപ്പോഴും പാസ്റ്റ് ആയിരിക്കും. 88. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേർഡ് ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. Those tablets are really dash, my headache is much better now. എന്താണത്? കറക്റ്റ് വേർഡ് ഇതിൽ നിന്ന് എടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് എഫക്റ്റീവ് ആണല്ലേ. ദോസ് ടാബ്ലറ്റ്സ് ആർ റിയലി ഇഫക്റ്റീവ് ആയതുകൊണ്ടാണല്ലേ, നല്ല റിസൾട്ട് തന്നതുകൊണ്ടാണ് എൻ്റെ ഹെഡേക്ക് പോയത്. എഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താണ്? എഫിഷ്യൻ്റ് നല്ല രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതല്ലേ എഫിഷ്യൻ്റ്. ദെൻ എഫിക്കേഷ്യസ് അതെന്തുവാണ്? എന്തെങ്കിലും ഇഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രഗൊക്കെ ഉണ്ടല്ലോ, അതിന് മരുന്ന്
അതിനെയാണ് ഒരു മെഡിക്കൽ കോണ്ടെക്സ്റ്റിൽ പറയുന്നതാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഇഫക്റ്റീവാണ്. ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഫോറിൻ വേർഡ്സ് ആൻഡ് ഫ്രേസസ് ഔട്ട് ഓഫ് ദ 4 ഓപ്ഷൻസ്. ഫോറിൻ ഫ്രേസ് ആണ് ചോദിച്ചിട്ടുള്ളത്. വിയാ മീഡിയ എന്ന് വെച്ചാൽ എന്താണ്? വിയാ മീഡിയ ലാറ്റിൻ ഫ്രേസ് ആണ്. അതിൻ്റെ അർത്ഥം മിഡിൽ കോഴ്സ് എന്നാണ്, അല്ലെങ്കിൽ ദ മിഡിൽ വേ. ഓക്കെ, 2 എക്സ്ട്രീമിൻ്റെ മിഡിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് വിയാ മീഡിയ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദി അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ടു ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ക്യാൻ യു സ്പീക്ക് ഡാഷ് സ്പാനിഷ്? ഏതാ വരിക? നോ ആർട്ടിക്കിളാണ് വരുന്നത് അല്ലേ? ആർട്ടിക്കിൾ പഠിക്കുമ്പോൾ ആദ്യമേ പഠിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ. ലാംഗ്വേജസിൻ്റെ നെയിമിന് മുന്നേ നമ്മൾ എന്ത് യൂസ് ചെയ്യില്ല? ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. ഇപ്പം ഐ സ്പീക്ക് മലയാളം, ഷീ ലേൺസ് സ്പാനിഷ്, അവിടെ ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യാറില്ല. പക്ഷേ ലാംഗ്വേജ് അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ദ സ്പാനിഷ് ലാംഗ്വേജ് അങ്ങനെ പറയുമ്പോൾ ദ സ്പാനിഷ് ലാംഗ്വേജ്. ഇപ്പോൾ സ്പാനിഷ് കഴിഞ്ഞിട്ട് ലാംഗ്വേജ് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ദ. ഓക്കെ, അല്ലാതെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യാറുള്ളൂ? എന്ത് യൂസ് ചെയ്യില്ല? ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഐ സ്പീക്ക് മലയാളം, ഐ സ്പീക്ക് എ മലയാളം, ഐ സ്പീക്ക് ദ മലയാളം അങ്ങനെ പറയില്ല. ദ മലയാളം ലാംഗ്വേജ്, അപ്പോൾ നമ്മൾ എന്ത് ചേർക്കും? ദ എന്നുള്ളത് ചേർക്കും. ഓക്കെ, അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു മോക്ക് ടെസ്റ്റ് നടത്താം കേട്ടോ. വീക്കിലി 1 മോക്ക് ടെസ്റ്റ് നടത്താം. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് വെച്ചുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് നടത്താം. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ഈ മലയാളത്തിലേക്ക് പോവാം. താഴെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? പൂജക ബഹുവചനത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാ വരിക? അധ്യാപകർ. അധ്യാപകർ എന്തുകൊണ്ടാണ്? അധ്യാപകർ എന്ന് പറയുന്നത് സാമാന്യ ബഹുവചനത്തിൽ വരുന്നതാണ്. അധ്യാപകർ. ഇപ്പോൾ അധ്യാപകൻ, അധ്യാപകൻ അതൊരു ഏകവചനമാണ്. അതിൻ്റെ കൂടെ നമ്മൾ അറു ചേർക്കുന്നത് എന്തിനായിരിക്കും? പ്ലൂരലായിട്ട് സൂചിപ്പിക്കാൻ വേണ്ടി, ഒരാളെ മാത്രമല്ല, നമ്മൾ ടോട്ടലായിട്ട്. അതാണ് അധ്യാപകർ. ഓക്കെ, ഇനി നിങ്ങൾ, മാരാർ, ശാസ്ത്രികൾ അതൊക്കെ എന്താണ്? ബഹുമാനപൂർവ്വം നമ്മൾ പറയുന്നതാണ് നിങ്ങൾ അല്ലേ? അത് പൂജക പ്രയോഗമാണ്. മാരാർ, മാരാർ. ഓക്കെ, പിന്നെന്താണ്? ശാസ്ത്രികൾ, പണ്ഡിതനെയോ അല്ലെ അങ്ങനെയൊക്കെയുള്ളവരെ വിളിക്കുന്നതാണ് ശാസ്ത്രികൾ. അധ്യാപകർ എന്നുള്ളത് ഒന്നിലധികം വ്യക്തികളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാമാന്യ ബഹുവചനമാണ്. ഓക്കെ, മറ്റതൊക്കെയോ നിങ്ങൾ, മാരാർ, ശാസ്ത്രികൾ എന്നുള്ളത് ഒരാളെ ബഹുമാനിക്കാൻ ഉപയോഗിക്കുന്ന പൂജക ബഹുവചനങ്ങളാണ്. ഇനി നിങ്ങൾ എന്ന പദം പിരിച്ചെഴുതുക. നിങ്ങൾ എങ്ങനെയാ? നിൻ പ്ലസ് കള്ളാണ് നിങ്ങൾ. ആദേശസന്ധി പ്രകാരം നിൻ കൾ, നിങ്ങൾ. ഓക്കെ, ഇൻ, നിൻ കൾ. ഓക്കെ, കൾ, നിങ്ങൾ. ഇന്നും ക്ക്. അതിഥിയെ സ്വീകരിക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? അതിഥിയെ സ്വീകരിക്കുന്നയാൾ ആരാണ്? ആതിഥേയനാണ്. അതിഥിയെ സൽക്കരിക്കുന്ന ആൾ ആതിഥേയൻ. അതിഥി, ഗസ്റ്റ് അല്ലേ? ആതിഥേയനാണ്. ശരിയായ പദം കണ്ടെത്തുക. ഇതിലേതാണ് ശരിയായത്? ഘണ്ഠാഘാരം. ഘണ്ഠ ഓപ്ഷൻ ബി ആണ്. ഘണ്ഠ മണി. അകാരം പുര അല്ലെങ്കിൽ ശാല. ഓക്കെ, അതായത് മണിമാളികയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഘണ്ഠാകാരം, ഘണ്ഠാകാരം. ഘണ്ഠാകാരം. ഓക്കെ, മണിമാളിക കേട്ടോ. ഇനി എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ പുഞ്ച എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. പുഞ്ച, പുഞ്ച അതിൻ്റെ വിപരീതം നഞ്ചയാണ്. നഞ്ച. വെള്ളം കുറഞ്ഞ സ്ഥലത്തെ കൃഷിയെ പുഞ്ച. ഓക്കെ, ഇനി എപ്പോഴും വെള്ളം നിൽക്കുന്ന സ്ഥലത്തെ കൃഷിയെ നഞ്ച എന്നാണ് വിളിക്കുന്നത്. കൃഷിഭൂമിയുടെ സ്വഭാവം അനുസരിച്ച് ഒരു ഇതാണിത്. പുഞ്ച, നഞ്ച. വെള്ളം കുറഞ്ഞതാണെങ്കിൽ പുഞ്ച, വെള്ളം എപ്പോഴും നിൽക്കുന്നതാണെങ്കിൽ നഞ്ച. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗ പദമല്ലാത്തത് ഏത്? സ്ത്രീലിംഗ പദം അല്ലാത്തത് ഏതാണ്? ഏതാ വരിക? തപസ്വിയാണ് കേട്ടോ വരുന്നത്. തപസ്വി. തപസ്വി എന്നത് പുല്ലിംഗ പദമാണ്. അതിൻ്റെ സ്ത്രീലിംഗ പദം എന്താ? തപസ്വിനിയാണ്. തപസ്വിനി. ഓക്കെ, തപസ്വിനി. ക്ഷമിത്രി. ക്ഷമിത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ
ക്ഷമാശീലമുള്ളവൾ, ഘാതിനി കൊല ചെയ്യുന്നവൾ, അതൊക്കെ സ്ത്രീലിംഗമാണ്. ജഗമം എന്ന പദത്തിൻ്റെ പര്യായം അല്ലാത്തത് കണ്ടെത്തുക. നമ്മൾ പറയാറുണ്ടല്ലോ, എന്തായിരുന്നു, മറന്നു, ഒരു സെൻറ്റൻസ് പറയാറില്ലേ, ജംഗമ വസ്തുക്കൾ, ജംഗമം എന്നാൽ എന്താണ്, ചലിക്കുന്നത്, മൂവബിൾ ആണ് അല്ലേ. അതിൻ്റെ പര്യായത്തിൽ വരുന്നതാണ് ചരം, ത്രസമൊക്കെ. അപ്പോൾ പര്യായമല്ലാത്തത് ഏതാണ്, ദത്തമാണ് കേട്ടോ, ദത്തം. ജംഗമം, ചരം, ത്രസം, അതൊക്കെ എന്താണ്, ഇകം, അതൊക്കെ എന്താണ്, അതിന് പര്യായമാണ്. പര്യായമല്ലാത്തത് ദത്തമാണ്, ദത്തം എന്ന് വെച്ചാൽ നൽകപ്പെട്ടത്. ഓക്കെ, ഇനി ഘടകപദം ചേർത്തെഴുതുക. നാടകം വാചിക പ്രധാനമാണ്, കഥകളി അണുപോലും അതല്ല എന്നുള്ളതാണ്. ഘടകപദം ചേർത്തെഴുതുകയാണ് വേണ്ടത്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. വായിച്ചുകേ, നാടകം വാചിക പ്രധാനമായിരിക്കെ കഥകളി അണുപോലും അതല്ല എന്നുള്ളതാണ്. പ്രധാനമായിരിക്കെ, ആയിരിക്കെ എന്ന പദമാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നടക്കാൻ പ്രയാസമുള്ള വഴി, ഒറ്റപ്പദമാണ്. ഏതാണ്, ദുർഗമമാണ്, ദുർഗമം. ഓപ്ഷൻ ഡി ദുർഗപദം. ഓക്കെ, ദുർഗപദമാണ് കേട്ടോ, കടന്നു ചെല്ലാൻ പ്രയാസമുള്ള വഴി. ഇനി ലാസ്റ്റ് ചോദ്യം, പ്രസ്താവം, പ്രസ്ഥാനം എന്നിവയുടെ അർത്ഥം. പ്രസ്താവം, പ്രസ്ഥാനം എന്നിവയുടെ അർത്ഥം. പ്രസ്താവം എന്ന് പറയുന്നത് എന്താണ്, എന്തെങ്കിലും ഒരു വിഷയത്തെ പറ്റിയിട്ട് പറയുകയോ അവതരിപ്പിക്കുകയോ ചെയ്യുമ്പോൾ പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ പ്രസ്താവന എന്നൊക്കെ കേട്ടിട്ടില്ലേ, അപ്പോൾ അതെന്താണ്, പറച്ചിലാണ്, പറച്ചിൽ. അപ്പോൾ അത് ഓപ്ഷൻ 1 പറച്ചിലാണ്. ഇനി പ്രസ്ഥാനം എന്ന് പറയുന്നതോ, പ്രസ്ഥാനം ഒരു യാത്ര തുടങ്ങുകയോ അല്ലെങ്കിൽ ഒരു പുതിയ ആശയം തുടങ്ങുകയോ അല്ലേ, ഒരു പ്രസ്ഥാനം മൂവ്മെൻറ്റ് തുടങ്ങുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ വിളിക്കുന്നതാണ് പ്രസ്ഥാനം എന്നുള്ളത്. അപ്പോൾ ആരംഭം, പുറപ്പാട്, അതാണ് പറയുന്നത്. ഓക്കെ, ആരംഭം, പുറപ്പാട്. ഇതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ സി 1, 4 ശരിയാണ്. 1, 4 ശരിയാണ്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഈ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ എല്ലാവരും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. താങ്ക് യു.